ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കേൾക്കാമെന്ന് കരുതുന്നു. നമ്മൾ ഈ ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടത്തെ അത് എങ്ങനെയാണ് കാണേണ്ടത്? സുരക്ഷാ വീഴ്ചയെന്നോ ജാഗ്രത കുറവെന്നോ അതോ ശക്തമായ പിന്തുണയോടെയുള്ള ജയിൽ ചാട്ടമെന്നോ? സുരക്ഷാ വീഴ്ച എന്നുള്ള കാര്യത്തിൽ അവിതർക്കിതമാണ്. കാരണം ഇയാളെ പിടിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ എല്ലാവർക്കും അറിയാം. അയാൾ സംസ്ഥാനത്തിന് പുറത്തു പോയി രക്ഷപ്പെടാനായിട്ട് ശ്രമം നടത്തി. കൊടും ക്രൂരമായ ഒരു കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത ആളാണ്. അയാൾക്കാദ്യം വധശിക്ഷ കിട്ടിയതാണ്. അതിനുശേഷം അപ്പീൽ കൊടുത്ത് അത് ജീവപര്യന്തമായി മാറ്റിയതാണ്. ഒരു കൈ മാത്രമേ ഉള്ളൂ എന്നുള്ള വാദഗതിയാണ് അവിടെ ഉന്നയിച്ചത്. അത് കോടതി അക്സെപ്റ്റ് ചെയ്താണ് ജീവപര്യന്തമായി മാറിയത്. പക്ഷെ ഈ കൊടും ക്രിമിനലിനെ നമ്മളുടെ കസ്റ്റഡിയിൽ കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ശിക്ഷിച്ച് ജയിലിൽ എത്തിച്ചു കഴിഞ്ഞപ്പോ ജയിലിൽ അതുപോലുള്ള സുരക്ഷിതത്വം നോക്കട്ടെ. അയാളെ പാർപ്പിക്കുന്നതിന് വേണ്ടി പറ്റിയ ഒരു ജയിലാണോ കണ്ണൂർ ജയിൽ? ആ ഹൈടെക് ജയിലുകൾ നമ്മുടെ കേരളത്തിലുണ്ടല്ലോ. എന്തുകൊണ്ട് അങ്ങോട്ട് വിടാൻ ശ്രമിച്ചില്ല? അപ്പൊ അയാളെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ സ്വാഭാവികമായിട്ടും വീഴ്ച പറ്റി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇയാളെങ്ങനെയാണ് 2 ആളുകൾ ചേർന്നല്ലേ ഒരു ജയിലിന്റെ ഒരു സെല്ലിനകത്തുണ്ടായിരുന്നത്? അപ്പൊ അങ്ങനെ ഒരു കൊടും ക്രിമിനലിനെ ഒരു കൂട്ടുപ്രതിയെ കൂടെ കുരുത്തി ഒരു സെല്ലിനകത്ത് അടയ്ക്കാൻ പറ്റുമോ? അത് തന്നെ സുരക്ഷിതത്വത്തിന്റെ ഭീഷണിയല്ലേ? അതിനുശേഷം അയാൾ അവിടുന്ന് ചാടി പുറത്തു വന്നതും കയറ് കെട്ടി അവിടെ തുണി കെട്ടി താഴെ ഇറങ്ങിയതും ഒക്കെ നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ നല്ല കാണുന്ന ചിത്രമായി നിൽക്കുകയല്ലേ? ഇത്രയും വലിയ സൗകര്യങ്ങൾ എങ്ങനെയായിരിക്കും അവിടെ കിട്ടി എന്നുള്ള ചോദ്യമില്ലേ? കണ്ണൂർ ജയിലിനെ കുറിച്ച് നേരത്തെ തന്നെ ജയിൽ ഡിപ്പാർട്ട്മെന്റിനകത്ത് റിപ്പോർട്ടുണ്ട്. അതിനടുത്ത് സുരക്ഷിതത്വം കറക്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ വരികയും പോവുകയും ചെയ്യുന്നത് ആര് എന്നതിനെ കുറിച്ചൊക്കെ ഒത്തിരി സംശയങ്ങൾ നേരത്തെ തന്നെ നിലനിന്നിരുന്നതാണ്. അങ്ങനൊരു ജയിലിൽ ഇയാളെ പാർപ്പിച്ചു. അയാൾക്ക് ഹൈടെക് സംവിധാനത്തിലുള്ള ജയിലിൽ ഉണ്ടായിരുന്നിട്ടും അങ്ങോട്ട് കൊണ്ടുപോയില്ല. അയാൾ അവസാനം വന്ന് അയാള് എല്ലാവരെയും കബളിപ്പിച്ചു എന്ന ചോദ്യം തുടക്കം മുതൽ ഉയരുന്ന ഒരു കാര്യമാണ്. കാരണം കേസ് വാദിക്കുന്നതിന് വലിയ ഫീസ് ഈടാക്കുന്ന അഭിഭാഷകരെത്തുന്നു. ഒപ്പം ജയിലിൽ പ്രത്യേക സൗകര്യങ്ങളൊക്കെ ഒരുക്കി നൽകുന്നു. ഇതിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയമാണോ ഉള്ളത്? അതോ ഈ ഭിക്ഷാടന മാഫിയ എന്നൊക്കെ അറിയപ്പെടുന്ന എന്തെങ്കിലും സംവിധാനങ്ങളാണോ? എന്തായിരിക്കാം? ഞാൻ ഈ സന്ദർഭത്തിൽ അതിനകത്ത് രാഷ്ട്രീയത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. രാഷ്ട്രീയം നമുക്ക് സംസാരിക്കാം. പക്ഷെ ഇപ്പോഴത്തെ സന്ദർഭത്തെ ഇയാളെ കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ്. ജനങ്ങൾ വളരെ ആശങ്കയിലല്ലേ? ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്തിന്റെ അതിർത്തികളെല്ലാം അടയ്ക്കുകയും അവിടെ പരിശോധന നടത്തുകയും സാധാരണഗതിയിൽ അയാൾ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്കുള്ള വണ്ടികൾ റെയ്ഡ് ചെയ്യുകയും അവിടെ നിന്ന് ഇയാള് രക്ഷപ്പെടുവാനുള്ള എല്ലാ പഴുതുകളും അടയ്ക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അടിയന്തരമായ ഒരു ആവശ്യം. അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ സ്വാഭാവികമായി അതിർത്തി കടന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതെല്ലാം അടയ്ക്കണം. നേരത്തെ നമ്മൾ ഇതൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തതും ഇയാളെ ജയിലിലാക്കിയതും. ഇനിയെങ്കിലും ഈ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ഈ പ്രതിയെ എങ്ങനെ നമുക്ക് തിരിച്ചെത്തിക്കാൻ കഴിയുമെന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ മതി.